എഡ്യൂക്കേഷൻ എൻകൗണ്ടറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വിവരാവകാശ രേഖയിൽ തെറ്റായ വിവരങ്ങൾ നൽകി കേരള PSC ഉദ്യോഗാർത്ഥികളെ കബളിപ്പിച്ചിരിക്കുകയാണ്. UGC അംഗീകാരം സംബന്ധിച്ച് ഭാരതീയർ ഉൾപ്പെടെ ഇതര സർവകലാശാലകൾക്കെതിരെ ഇറക്കിയ ഉത്തരവ് റിക്രൂട്ട്മെൻറ്റ് ഏജൻസികളിൽ അറിയിച്ചു എന്ന് PSC വിവരാവകാശ രേഖയിൽ പറയുന്ന ഡേറ്റും അപ്പീലിൽ പറയുന്ന ഡേറ്റും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. രണ്ട് രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത്. ആദ്യം തന്നെ വിവരാവകാശ രേഖയിൽ UGC നിയമം പാലിച്ച് UGC ഡബ്ബ് സൈറ്റ് നോക്കും ഇത് സംബന്ധിച്ച് എല്ലാം PSC അയച്ചു നൽകി എന്ന് പറയുന്ന ഡേറ്റ് 26/9/2025 അപ്പീലിൽ പറയുന്ന ഡേറ്റ് 9/10/2025. ഇതിൽ നിന്നും PSCയുടെ ഉഡായിപ്പ് മനസ്സിലാക്കാം. കൂടാതെ വിവരാവകാശ രേഖയിൽ PSCയോട് ചോദിച്ച ചോദ്യങ്ങളും PSC പറഞ്ഞ ഉത്തരങ്ങളുമാണ് ഞാൻ ഇപ്പോൾ പറയുന്നത്. ഒന്നാമത്തെ ചോദ്യം, കണ്ണൂർ യൂണിവേഴ്സിറ്റി ഭാരതീയർ ഉൾപ്പെടെ UGC അംഗീകാരമില്ലാത്ത സർവകലാശാലകളുടെ തുല്യതാ സർട്ടിഫിക്കറ്റ് നിർത്തലാക്കിയിട്ടുണ്ട്, താൽക്കാലികമായിട്ട് നിർത്തലാക്കി വെച്ചിട്ടുണ്ട്. ഈ ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ മുഖാന്തരമുള്ള യോഗ്യതയുടെ സ്വീകാര്യത നിർണ്ണയിക്കുമ്പോൾ UGC ഡബ്ബ് ഉറപ്പുവരുത്തുമെന്ന് PSC ചെയർമാൻ ഉത്തരവിറക്കിയിട്ടുണ്ട്. PSC പറഞ്ഞത് 26/9/2025 തീയതിയിലെ A8 3/5000/4/2018 KPSC നമ്പർ ഫയൽ ഉത്തരവ് പ്രകാരം നടപ്പിലാക്കിയിട്ടുണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. രണ്ടാമത്, കേരള PSC ഇറക്കിയ ഉത്തരവ് സംബന്ധിച്ച് മാധ്യമങ്ങളിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ടോ എന്നാണ് ചോദിച്ചത്. ഉണ്ടെങ്കിൽ അതിൻ്റെ വിശദാംശങ്ങൾ പറയുക. അപ്പോൾ PSC പറയുന്നത് മാധ്യമങ്ങളിൽ പ്രസിദ്ധീകരിച്ചിട്ടില്ല. ഇനി മൂന്നാമത്തെ കാര്യം ചോദ്യം ചോദിച്ചിട്ടുള്ളത്, ഏതെല്ലാം വകുപ്പുകൾക്ക് ഈ ഉത്തരവ് PSC അയച്ചു നൽകിയിട്ടുണ്ട്, ഹയർ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിന് അറിയിച്ചിട്ടുണ്ടോ? PSC പറയുന്നത് തെരഞ്ഞെടുപ്പ് നടപടിയുമായിട്ട് ബന്ധപ്പെട്ട്, അതായത് തൊഴിൽ ഇത് സംബന്ധിച്ചാണ്, തെരഞ്ഞെടുപ്പ് നടപടിയുമായിട്ട് ബന്ധപ്പെട്ട് ഉത്തരവ് ആയതിനാൽ വകുപ്പുകൾക്ക് പ്രസ്തുത ഉത്തരവുകൾ അയച്ചു നൽകിയിട്ടില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്ന് വെച്ചാൽ വകുപ്പുകൾക്കൊന്നും ഉത്തരവുകൾ അയച്ചിട്ടില്ല, ഒരു വകുപ്പുകൾക്കും. ഇനി ചോദ്യം 4 വരുന്നത്, AB 3/5004/2018 KPC നമ്പർ ഉത്തരവ് ജില്ലാ PSC കേന്ദ്രങ്ങളിലും മറ്റ് PSC കേന്ദ്രങ്ങളിലേക്കും അയച്ച തീയതി എന്നാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതിൽ PSC പറയുന്നത് അപ്പീലിൽ പറയുന്ന കാര്യമാണ്. 9/10/2025 അതായത് ഡിസംബറിലാണ് ഇത് സംബന്ധിച്ച് ഉത്തരവിൻ്റെ കാര്യങ്ങൾ മറ്റ് PSC ഓഫീസുകളിൽ അയച്ചിരിക്കണമെന്ന് പറഞ്ഞിരിക്കുന്നു. എട്ടാമത് ചോദ്യം ആയിട്ട് പറയുന്നത്, UGC അംഗീകാരമില്ലാത്ത ബിരുദങ്ങൾ PSC കണ്ടെത്തിയിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ഈ വിവരം ഹയർ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിനെയോ സർവകലാശാലകളെയോ PSC അറിയിച്ചിട്ടുണ്ടോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ PSC പറഞ്ഞിരിക്കുന്നത് വിവരാവകാശ നിയമം 2005 പ്രകാരം 7/9 പ്രകാരം വിവരം നൽകാൻ നിർവാഹമില്ല. അതായത് അതേക്കുറിച്ച് പറയാൻ PSCക്ക് സൗകര്യമില്ലെന്ന്. എന്നുവെച്ചാൽ നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ, ഉഡായിപ്പ് വഴി ഇത്രയും വർഷം അണ്ണാമലയ്ക്ക് ഭാരതീയർക്കും എല്ലാ യൂണിവേഴ്സിറ്റികൾക്കും തുല്യത വെച്ച് സർക്കാർ ജോലി PSC കൊടുത്തത് അറിയാമല്ലോ. രണ്ടാമത്തെ ചോദ്യം, ഹയർ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് അംഗീകാരമില്ലാത്ത ഡിഗ്രികളുടെ തുല്യത നൽകുന്നതുമായി ബന്ധപ്പെട്ട് കത്തിടപാടുകൾ നടന്നിട്ടുണ്ടോ? PSC പറയുന്നത് സർക്കാരുമായിട്ടാണ് കത്തിടപാടുകൾ നടക്കുന്നത്, വിവരം സർക്കാരിനോട് പോയി ചോദിക്കാനാണ്. അത് PSCക്ക് അറിയേണ്ട ആവശ്യമില്ലെന്നാണ് PSC പറഞ്ഞത്. സർക്കാരിൻ്റെ തലയിൽ വെച്ച് നൈസായിട്ട് അവർ തലയിൽ വെച്ച് കൊടുത്തു, അവർ കൈ കഴുകി PSC. സർക്കാരിൻ്റെ അടുത്ത് പോയി ചോദിക്കുമ്പോൾ സർക്കാർ പറയും യൂണിവേഴ്സിറ്റി അടുത്ത് പോയി ചോദിക്കാൻ പറയും. യൂണിവേഴ്സിറ്റികൾ ഇതേ സംബന്ധിച്ച് യൂണിവേഴ്സിറ്റി അടുത്ത് ചോദിക്കുമ്പോൾ യൂണിവേഴ്സിറ്റികൾ പറയും PSC അടുത്ത് ചോദിക്കുക. അത് തട്ടിക്കളിക്കുകയാണ് മൊത്തത്തിൽ. ഇനി 12ാമതായിട്ട് വരുന്ന UGC ഡബ്ബ് അംഗീകാരം ഉറപ്പുവരുത്തുന്നതായിട്ട് ബന്ധപ്പെട്ട് PSC ചെയർമാൻ ഇറക്കിയ ഉത്തരവ് PSC എഴുതുന്ന ഉദ്യോഗാർത്ഥികളെ അറിയാൻ വേണ്ടി പൊതു ഉത്തരവാക്കി പബ്ലിക് നോട്ടീസാക്കി PSC സർക്കാർ വെബ്സൈറ്റിൽ ഇട്ടിട്ടുണ്ടോ എന്നാണ് PSC എടുത്ത് ചോദിച്ചിട്ടുള്ളത്. PSC പറയുന്നത് ഇല്ല എന്നാണ്. പിന്നെ എന്തുണ്ടാകാനാണ് PSC ഈ ഉത്തരവ് ഇറക്കിയത്? 1, ഉത്തരവ് മാധ്യമക്കാർക്ക് നൽകിയിട്ടില്ല. 2, PSC സർക്കാർ വെബ്സൈറ്റിൽ ഇട്ടിട്ടില്ല. 3, ഒരിക്കൽ പറയുന്ന ഉത്തരവ് 26/9/2025 ഇറക്കിയെന്ന്, മറ്റ് PSC ഓഫീസുകളിലും അയച്ചിട്ടുണ്ടെന്ന്. പിന്നെ പറയുന്നു അപ്പീലിൽ 9/10/2025 മറ്റ് PSC ഓഫീസിലും എല്ലായിടത്തും അയച്ചിട്ടുണ്ടെന്ന്. 4, ഈ ഉത്തരവ് PSC ഏതൊക്കെ വകുപ്പുകളിൽ അയച്ചു നൽകിയെന്ന് ചോദിച്ചപ്പോൾ തെരഞ്ഞെടുപ്പ് നടപടിയുമായിട്ട് ബന്ധപ്പെട്ട അതാത് ജോലിയുമായിട്ട് ബന്ധപ്പെട്ട് ഫയൽ ആയതിനാൽ ആർക്കും നൽകിയിട്ടില്ല എന്നാണ് പറയുന്നത്. എല്ലാത്തിലും പരസ്പര ബന്ധമില്ലാതെ ഓരോ കാര്യങ്ങൾ എഴുതി വെച്ചിരിക്കുകയാണ് വിവരാവകാശ രേഖയിൽ. പിന്നെ അടുത്തവർ പറയുന്ന 5ാമത്, UGC അംഗീകാരമില്ലാത്ത ബിരുദങ്ങൾ PSC ഇതുവരെ
അംഗീകരിച്ചിട്ടുണ്ടോ എന്ന് ന്യായമായ ചോദ്യമാണ് ചോദിച്ചത്. അതേക്കുറിച്ച് ചോദിച്ചപ്പോൾ PSCയുടെ അണ്ണാക്കിൽ പിരിവെട്ടിയിരിക്കുകയാണ്. PSC പറയുന്നത് അപ്പോഴും ഉടായ്പാണ് പറയുന്നത്. ആ ചോദ്യത്തിന് ഉത്തരം പറയാൻ പറ്റൂല, PSCക്ക് സൗകര്യമില്ലെന്നാണ് PSC പറയുന്നത്. വിവരാവകാശ നിയമപ്രകാരം ഒരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഉത്തരം പറയണമെന്നാണ്. ഇങ്ങനത്തെ മുടന്ത ന്യായങ്ങളൊന്നും പറയാൻ പാടില്ല. അത് PSCക്ക് അറിഞ്ഞൂടെ? ഇല്ലാത്ത ഒരു വകുപ്പും കുത്തിക്കയറ്റി പറഞ്ഞിട്ട് പറയേക്കാം അത് ഞങ്ങൾക്ക് പറയാൻ സൗകര്യമില്ല. UGC അംഗീകാരമില്ലാത്ത ബിരുദങ്ങൾ PSC ഇതുവരെ അംഗീകരിച്ചിട്ടുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ അതേക്കുറിച്ച് അവർ പറയുന്നില്ല. ഇതിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാണ്, ഏത് അണ്ടനും അടകോടനും ഒരു വ്യാജ സർട്ടിഫിക്കറ്റ് ഒപ്പിച്ച് കൊണ്ടു കൊടുത്തു കഴിഞ്ഞാൽ ജോലി PSCയിൽ കിട്ടും, തരപ്പെടുത്തി PSC കൊടുക്കും. നമുക്കറിയാവുന്ന കാര്യമാണല്ലോ. UGC അംഗീകാരം ഇല്ലാത്ത ഭാരതീയർ ഉൾപ്പെടെ സർവകലാശാലയുടെ തുല്യത വെച്ച് കേരളത്തിലെ വിവിധ സർവകലാശാലയുടെ തുല്യത കൊടുത്ത കാര്യം അറിയാം. അംഗീകാരം ഇല്ലാതെ കാലിക്കറ്റ് കൊടുത്തിട്ടുണ്ട്, കണ്ണൂർ കൊടുത്തിട്ടുണ്ട്, MG കൊടുത്തിട്ടുണ്ട്, കേരള കൊടുത്തിട്ടുണ്ട്. വിവരാവകാശ രേഖ കൊടുക്കുമ്പോഴാണ് അതിൽ ഉത്തരവ് ഇറക്കിയിട്ടുണ്ടെന്ന് പറയുന്നത്. അത് പലരും ഇൻഡിവിജ്വലായിട്ടാണ് കൊടുക്കുന്നത്. പബ്ലിക്കിനെ അറിയണ്ടേ? ഇവിടെ പബ്ലിക്കിനെ അറിയിക്കാതെയാണ് PSC മുമ്പോട്ട് പോകുന്നത്. വിവരാവകാശം ചെയ്യുന്നവരടുത്ത് മാത്രം ഇങ്ങനെ കള്ളത്തരങ്ങളും അല്ലാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടിരിക്കും. ഇവിടെ വെബ്സൈറ്റിൽ വിട്ടിട്ടില്ല ഉത്തരവ്, നോട്ടീസായിട്ട് ഉത്തരവ് വെബ്സൈറ്റിൽ വിട്ടിട്ടില്ല, ന്യൂസിലും കൊടുത്തിട്ടില്ല, മറ്റ് ഡിപ്പാർട്ട്മെൻറ്റിലും അറിയിച്ചിട്ടുമില്ല. അത് എഴുതിയിരിക്കുന്ന ഡേറ്റും കൺഫ്യൂഷൻ പെടുത്തുന്ന രീതിയിലാണ്. ഒരു ഡേറ്റ് 26-ാം തീയതി എന്ന് പറയുന്നു, ഒരു ഡേറ്റ് 9-ാം തീയതി എന്ന് പറയുന്നു. എല്ലാത്തിലും കള്ളത്തരമാണ്. പബ്ലിക്കിനൊരു കൂടെ വിശ്വാസം വരുന്ന രീതിയിൽ വിവരങ്ങൾ കണ്ടെത്താൻ ഉപയോഗിക്കുന്ന ഇതാണ് വിവരാവകാശ രേഖ. ഫോൺ വിളിച്ച് PSC ഓഫീസിൽ ചോദിച്ചാൽ അവിടെയും കള്ളത്തരം പറയുന്നു. അതുകൊണ്ട് വിവരാവകാശം ചെയ്താലും അവിടെയും കള്ളത്തരങ്ങളാണ് പറയുന്നത്. പിന്നെ എങ്ങനെയാണ് പബ്ലിക്ക് നിജസ്ഥിതി അറിയുക? PSC എഴുതുന്നവരൊരു കാര്യം ശ്രദ്ധിക്കുക, PSCയുടെ വിശ്വസ്തത നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ഒന്നാമത് തന്നെ നമുക്കറിയാം മൊത്തം ഉടായ്പാണെന്ന്. PSC എഴുതുന്നവരൊരു കാര്യം ശ്രദ്ധിക്കുക, PSCയുടെ വിശ്വസ്തത നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ഒന്നാമത് തന്നെ നമുക്കറിയാം മൊത്തം ഉടായ്പാണെന്ന്. പക്ഷേ ഇതും കൂടെ നമുക്ക് മനസ്സിലായപ്പോൾ ഇപ്പം നമുക്ക് പോലും PSC എഴുതാൻ തോന്നില്ല. കാര്യം ഇത് പഠിക്കുന്ന സമയത്ത് വേറെ വല്ല സെൻട്രൽ ഗവൺമെൻറ് ജോലികളായ UPSC, SSC മറ്റു ജോലികളിൽ പഠിക്കുന്നതാണ് നല്ലത്. അത് ഹാർഡ് വർക്ക് ചെയ്ത് നിങ്ങൾക്ക് ആ ജോലി നേടാം. ചുമ്മാ PSC ജോലി എന്നും പറഞ്ഞ് കോച്ചിങ് സെൻറ്ററിലൊക്കെ കൊണ്ടുപോയി പൈസ കൊടുക്കാതിരിക്കുന്നത് നല്ലത്. പൈസ പോവും. ഇവിടെ 1-ാം റാങ്കും 2-ാം റാങ്കും നേടിയിട്ട് പോലും ലിസ്റ്റിൽ വന്നവർ പോലും ജോലി കിട്ടാതെ തെണ്ടിത്തിരിഞ്ഞ് നടക്കുകയാണ്. അവരെ വരെ PSC പറ്റിച്ചിരിക്കുകയാണ്. PSCക്ക് പറ്റിക്കുന്നത് ഒരു പുത്തരിയല്ല. PSC ഒരു ഉത്തരവ് ഇറക്കിയിട്ട് PSCയുടെ കക്ഷത്തിൻ്റെ ഇടയിൽ കയറ്റി തിരികെ വെച്ചിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഒരു ഓർഡർ പ്രാബല്യത്തിൽ വന്ന ശേഷം അതാത് ഉത്തരവ് അതാത് സർക്കാർ ഉദ്യോഗസ്ഥർക്കും അതാത് ഡിപ്പാർട്ട്മെൻറ്റിലും അയച്ചു കൊടുക്കണമെന്ന കാര്യം PSCക്ക് അറിഞ്ഞൂടെ? അതേപോലെ തന്നെ ആ ഉത്തരവ് പബ്ലിക്കായിട്ട് വെബ്സൈറ്റിലിട്ടാലേ അത് പ്രാബല്യത്തിൽ വരുള്ളൂ. ഇവർ പത്രമാധ്യമക്കാരെ അറിയിക്കണം. ഈ തത്തുല്യ യോഗ്യത സംബന്ധിച്ച് ഇതായപ്പം അവർ PSC സൈറ്റിലിട്ടിട്ടുണ്ടല്ലോ. അതിടാമെങ്കിൽ പിന്നെ എന്തുകൊണ്ട് ഈ ഉത്തരവ് ഇവർ പൂഴ്ത്തി വെച്ചിരിക്കുന്നത്? അവർ വെബ്സൈറ്റിൽ ഇടാത്ത എന്താണ്? ഉത്തരവ് മുക്കുന്നത് ശരിയാണ്. ഞങ്ങൾ ബന്ധപ്പെട്ട മറ്റ് PSC ഓഫീസുകളിൽ ഇതേക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ ഈ ഉത്തരവിനെക്കുറിച്ച് അവർക്ക് അറിഞ്ഞുകൂടാ. ആ ഉത്തരവ് അവരെ കയ്യിൽ കിട്ടിയിട്ടില്ലെന്നാണ് പറയുന്നത്. PSC ഉദ്യോഗാർത്ഥികളെ വഞ്ചിച്ചു കൊണ്ടിരിക്കുകയാണ്. ഒരു ഉത്തരവ് ഇറക്കിക്കഴിഞ്ഞാൽ അത് വെബ്സൈറ്റിലും PSC സൈറ്റിലും എല്ലായിടത്തും ഇടണം. എന്നാലല്ലേ ഒരു ഡിഗ്രി പഠിച്ച ആൾ അപേക്ഷിക്കുമ്പോൾ അയാൾക്ക് യോഗ്യതയുണ്ടോ യോഗ്യതയില്ലേ എന്ന് അറിയാൻ പറ്റുള്ളൂ. ഇതെല്ലാവരും അപേക്ഷിക്കുന്നു, അർഹതയില്ലാത്തവർക്ക് ജോലി കിട്ടുന്നു, അർഹതയുള്ളവർ പുറത്ത് നിൽക്കുന്നു. ഇതുപോലെ തന്നെ ഇതിൽ വേറൊരു കാര്യമുണ്ട്. ഈ ഉത്തരവിൽ UGC അംഗീകാരമാണ് ഇമ്പോർട്ടൻ്റ് കൊടുത്തിട്ടിരിക്കുന്നത് ഹൈലൈറ്റായിട്ട്. ഇതിൽ തുല്യതയുടെ കാര്യം പറഞ്ഞിട്ടില്ല. ഈ ഉത്തരവ് മുക്കുന്നതിലൂടെ തുല്യതാ സർട്ടിഫിക്കറ്റും PSC ചോദിക്കുന്നുണ്ട്. ഇപ്പോൾ PSC തുല്യതാ സർട്ടിഫിക്കറ്റും ഡബ് അപ്രൂവലിൻ്റെ കാര്യം ചോദിക്കുന്നുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. തുല്യതയുടെ കാര്യം ചോദിക്കേണ്ട ആവശ്യമില്ല. ഈ ഉത്തരവ് പ്രാബല്യത്തിൽ വന്ന തുല്യതയ്ക്ക് ഒരു വിലയില്ലാതായിപ്പോൾ. ഈ ഉത്തരവ് മുക്കി വച്ചിരിക്കുന്നിടത്തോളം കാലം തുല്യതയും PSC ചോദിച്ചിട്ടുണ്ടെങ്കിൽ